വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. ഈ വചനം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒച്ചത്തിൽ ഏറ്റുപറഞ്ഞോണേ. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, നല്ല ഒച്ചത്തിൽ അങ്ങോട്ട് പറഞ്ഞോണം കേട്ടോ. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആമേൻ. പ്രിയരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ചുരുക്കം ചില സ്ഥലങ്ങളിലാണ് കൃത്യമായി ഇങ്ങനെ ഒരു വചനം എഴുതിയിട്ടുള്ളത്. അവന്റെ പ്രാർത്ഥന, അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. കൃത്യം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഉടനെ തന്നെ ചില കാര്യങ്ങളിൽ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആമേൻ. പറഞ്ഞേ ആമേൻ. എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ട സമയത്ത് സംഭവിച്ച ചില കാര്യങ്ങളെ കുറിച്ച് ഇന്നിവിടെ ഇരുന്ന് വായിക്കുമ്പോൾ ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചേ, നമ്മൾ ചില നിയോഗം വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്റെ പ്രാർത്ഥന എന്റെ ദൈവം കേട്ടു. ആമേൻ. യെസ്, ഓരോരുത്തരും വിശ്വസിച്ചോണം. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കേട്ട ദൈവത്തിന് നന്ദി. ആമേൻ. നമ്മുടെ ജീവിതാവസ്ഥ ഏതു തന്നെയാണെങ്കിലും ഈ രാത്രിയിൽ നമുക്ക് വിശ്വസിക്കാൻ, ഏറ്റെടുക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് സമ്മാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആമേൻ, ആമേൻ. പഴയ നിയമത്തില് ചുരുക്കം ചില സ്ഥലങ്ങളിലാണ് ഇത് ഇങ്ങനെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത്. ഉദാഹരണത്തിന് സാമുവേൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ നൽകപ്പെട്ടത് ഏലിയിലൂടെയും ഹന്നായിലൂടെയുമാണ്. ഹന്നായ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. സങ്കടപ്പെട്ട ഹന്ന ദേവാലയത്തിൽ പോയി കരഞ്ഞു പ്രാർത്ഥിച്ചു. ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നു, ഹന്നായുടെ പ്രാർത്ഥന ദൈവം കേട്ടു. കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദമ്പതികൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ വചനം പറയുന്നു, ദൈവം പ്രാർത്ഥന കേട്ടു. ദൈവം പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ. അങ്ങനെ എൽക്കാന ഹന്ന ദമ്പതികൾക്ക് ദൈവം നൽകിയ സമ്മാനമാണ് സാമുവേൽ. സാമുവേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സാമുവേൽ, ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങി. ഹല്ലേലൂയ. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ രാത്രിയിൽ ചില കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചു മേടിക്കാൻ പോവാ. ആമേൻ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, ദൈവത്തോട് നീ ചോദിച്ചു മേടിക്കണം. നീ ചോദിച്ചു മേടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെറുതെ ഉണക്ക പ്രാർത്ഥനയല്ലെന്ന്, ചോദിച്ചു മേടിക്കണം. ചോദിച്ചു മേടിക്കണം. അവകാശം ഉണ്ടെന്ന്. നമ്മുടെ മക്കളാണ്, മക്കൾക്ക് അപ്പന്റെ സ്വത്തിൽ അവകാശമുണ്ട്. മക്കള് വിശ്വസിച്ച് ഇതാ ദൈവത്തോട് ചോദിച്ചു മേടിക്കണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ രോഗികളാണോ? കർത്താവിനോട് സൗഖ്യം ചോദിച്ചു മേടിക്കണം. മക്കളെ കുറിച്ച് വല്ലാണ്ട് വിഷമിച്ചുള്ള മാതാപിതാക്കളുണ്ടല്ലോ, അനുഗ്രഹം ചോദിച്ചു മേടിക്കണം. ജോലി മേഖലയിൽ തടസ്സമുണ്ടോ? ചോദിച്ചു മേടിക്കണം. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കളുണ്ടോ? പരിശുദ്ധാത്മാവേ എനിക്ക് ഓർമ്മശക്തി നൽകണമെന്ന് ചോദിച്ചു മേടിക്കണം. അല്ലാതെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങോട്ടെല്ലാം കിട്ടുമെന്ന് വിചാരിക്കരുത്. നമ്മൾ ചോദിക്കണം. ചോദിച്ചെങ്കിലേ കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിച്ചെങ്കിലേ കിട്ടുകയുള്ളൂ. വിലയുള്ളത് കിട്ടണമെങ്കിൽ വില കൊടുക്കണം. വേണ്ടേ? കൊടുക്കണമെന്ന്, അല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. വിലയുള്ളത് കിട്ടണമെങ്കിൽ വില കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ദൈവം ഇടപെടണമെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി നീ ചോദിക്കണം. ചോദിക്കും തോറും ദൈവം നിനക്ക് തരും. ആമേൻ, ആമേൻ. അപ്പൊ ദേ 10-ാം വചനം പറയാണ്, അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആരോട് പ്രാർത്ഥിച്ചു?
ഇസ്രായേലിന്റെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചു. ആരാണീ അവൻ? ആരാണീ അവൻ? അവൻ എന്ന് പറയുന്ന ആൾക്കൊരു പേരുണ്ട്. അതറിയാൻ 9-ാമത്തെ വചനം ഒന്ന് പഠിച്ചാൽ മതി. 9-ാമത്തെ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. യാബസ് അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. യാബസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. ആരാണ് പറഞ്ഞേ? യാബസ്. യാബസ് ഉച്ചത്തിൽ പറയും. യാബസ്. അപ്പൊ യാബസിനെ കുറിച്ച് ബൈബിൾ പറയുന്ന 1-ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: യാബസ് അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. അവൻ കൊള്ളാവുന്ന ഒരുത്തനായിരുന്നു. അവന്റെ കുടുംബത്തിൽ മറ്റു സഹോദരന്മാരെക്കാൾ സഹോദരിമാരെക്കാൾ അവൻ കൊള്ളാവുന്ന ഒരുത്തനായിരുന്നു. അവൻ ബഹുമാന്യനായിരുന്നു. കൊള്ളാവുന്ന ഒരുത്തനായിരുന്നു. ആമേൻ, ആമേൻ. എന്നിട്ട് വചനം പറയുന്നത്, ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. യാബസിന്റെ അമ്മ ഇവന് ഇങ്ങനെ ഒരു പേരിടാൻ എന്താണ് കാരണം? ഞാൻ വേദനയോടെ പ്രസവിച്ചു. അല്ല, ഇത് വായിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന കുറെ ചേച്ചിമാർക്ക് ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എൻ്റെ അച്ഛാ, ഞങ്ങളെല്ലാവരും വേദനയോടുകൂടിയാണ് കുഞ്ഞുങ്ങളെ പ്രസവിച്ചത്, അല്ലേ? അല്ലേ? ഏത് പ്രസവത്തിലും വേദനയുണ്ട്. പിന്നെ ഈ യാബസിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്ന എന്നതാ. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രസവ വേദനയല്ല. പ്രസവ വേദനയാണെങ്കിൽ എല്ലാവരും വേദനയോടുകൂടിയല്ലേ കുഞ്ഞുങ്ങളെ അമ്മമാര് പ്രസവിക്കുന്നത്? അതേല്ലോ, ഈ അൾട്രാ മോഡേൺ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. സിസേറിയൻ ആണെങ്കിലും വേദനയുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഈ യാബസിനെ ഇത്രമേൽ വേദനയോടെ പ്രസവിച്ചു എന്ന് പറയാൻ കാരണം, പ്രസവ വേദനയേക്കാൾ അധികമായ വേദന ഈ സ്ത്രീ അനുഭവിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. യാബസ് എന്ന വാക്കിന്റെ അർത്ഥം വേദനയോടെ പിറന്നവൻ എന്നാണ്. യാബസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വേദനയോടെ പിറന്നവൻ. വേദനയോടെ പിറന്നവൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ച്, നമ്മുടെയൊക്കെ പേരിനും ചില അർത്ഥങ്ങളൊക്കെ ഉണ്ടോ? സ്വന്തമായിട്ടൊരു പേരുണ്ടോ? യെസ് ഓർ നോ? ആ പേരിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഉണ്ടെന്ന്. എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥമുണ്ട്. സ്വന്തം പേര് ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കാം, എന്നാലും ഓർത്തോണം അതിനും ചില അർത്ഥങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പനും അമ്മ ഈ പേരിട്ടപ്പോഴത്തേക്ക് ചില അർത്ഥങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? അപ്പൊ യാബസ് എന്ന് അവന്റെ അമ്മ പേരിടാനുള്ള കാരണം എന്ന് പറയുന്നത്, അത്രമേൽ വേദനിച്ച് പ്രസവിച്ചു, വേദനിച്ച് ജന്മം കൊടുത്തു എന്നുള്ളതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓർത്തോണം, നിന്റെ വേദന ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് യാബസിന്റെ ജീവിത അനുഭവത്തോട് ചേർത്ത് വെക്കുകയാണ്. യാബസ് കടന്നുപോയ വേദന കയ്യും കണക്കുമില്ലാതെ, അതുകൊണ്ടാണ് അവന്റെ പേര് പോലും അങ്ങനെയാക്കിയത്. വേദനയോടെ പിറന്നവൻ, വേദനയോടെ പിറന്നവൻ. വലതുകര ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലതരം വേദനകളിലൂടെ കടന്നു പോകുന്നവനാണ്. ദൈവമേ, എനിക്ക് മാത്രമാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം നമ്മുടെ അടുത്തിരിക്കുന്നവരുടെയൊക്കെ ഇരിപ്പും നിപ്പും അവരുടെ വസ്ത്രവിധാനവും അവരുടെ പെരുമാറ്റവും അവരുടെ ചിരിയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, ദൈവമേ, ഇവർക്ക് മാത്രം പ്രശ്നമൊന്നും ഇല്ല, ആർക്ക് മാത്രം പ്രശ്നമുള്ളൂ? എനിക്ക് മാത്രം പ്രശ്നമുള്ളൂ. എന്നാൽ സത്യം അങ്ങനെയല്ല. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കൂ, അവരൊന്നും ചെയ്യത്തില്ല. നോക്കിയാ മതി. കണ്ടില്ല? ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. വല്ലതും പിടികിട്ടിയോ? ഒന്നും പിടികിട്ടിയില്ല. അവരുടെ ഇരിപ്പ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നി ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെയല്ലെന്ന്. ഇരിപ്പ് കണ്ടും വസ്ത്രം കണ്ടും ചിരി കണ്ടും നമ്മൾ ആരെയും വിധിക്കണ്ട. കാരണം ആ വ്യക്തിയുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് ഒരെത്തും പിടിയും കിട്ടത്തില്ല, എത്തും പിടിയും കിട്ടത്തില്ലെന്ന്. അത്രമേൽ വലിയ വിഷമങ്ങൾ ആ വ്യക്തി അനുഭവിക്കുന്നുണ്ട് പലതരത്തിൽ. യാബസിനെ കുറിച്ച് ഇവിടെ വചനം പടിഞ്ഞ് നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രാത്രിയിൽ യാബസിനെ പോലെ തന്നെ പ്രാർത്ഥിക്കാൻ കടമയുള്ള വ്യക്തിയാണ് ഞാനും നീയും. ആമേൻ.
ആമേൻ. കാരണം നമുക്കെല്ലാവർക്കും സമാനമായ അനേക വേദനകൾ നമ്മുടെ ഉള്ളിലുണ്ട്, സമാനമായ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യെസ്, ഓരോ വ്യക്തിയും ചിന്തിക്കൂ, സമാനമായ അനേക വേദനയുടെ അനുഭവങ്ങളുണ്ട്. അനേക വേദനയുടെ അനുഭവം. പുറമേ നോക്കുമ്പോൾ എല്ലാം ടിപ് ടോപ്പ്, അങ്ങനെയല്ലെന്ന്. അങ്ങനെയല്ല. അധിക നാളായിട്ടില്ല, ഗൾഫിലെ ഒരു രാജ്യത്ത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ, എന്നെ കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ചേച്ചീനെ കുറിച്ച് ബൈബിളിലോ? അതെവിടെ എഴുതിയിരിക്കുന്നു? അച്ഛാ, ഉണ്ടച്ഛാ, അച്ഛനും തുറന്ന് വായിക്ക്. സങ്കീർത്തനം 56 അധ്യായം അതിന്റെ 7 തിരുവചനം എന്നെ കുറിച്ചാണ് അച്ഛാ, എന്നെ കുറിച്ചാണ്. ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 56, ബുക്ക് ഓഫ് സാം, ചാപ്റ്റർ 56 വേഴ്സ് 8, 8-ാം വചനം കേട്ടോ, 8-ാം വചനം ഒന്ന് വായിച്ചേ. നമുക്കറിയാവുന്ന ഒരു വചനമാണ്, നല്ല സുന്ദരമായ വചനം. വായിച്ചോ. അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എന്നോട് ആ ചേച്ചി പറയുകയാണ്, ആ ചേച്ചി പറയുക, അച്ഛാ, ഇതെന്നെ കുറിച്ചാ, അച്ഛാ, ഇതെന്നെ കുറിച്ചാ. എന്റെ അലച്ചിലുകൾ അങ്ങ് എണ്ണിയിട്ടുണ്ട്, കണ്ണീർ കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചീനെ കുറിച്ച് എങ്ങനെയാ? അല്ല, ചേച്ചിക്ക് എന്താ ഇങ്ങനെ ഈ അലച്ചിലും കണ്ണുനീരൊന്നും കാണുന്നില്ലല്ലോ? നല്ല ഒരു ജോലി, നേഴ്സാണ്, നല്ല ശമ്പളം. ഈ ചേച്ചിയുടെ നിപ്പും പരുവവും കണ്ട് ഒന്നും തോന്നത്തില്ലല്ലോ. അതെ അച്ഛാ, ഇതൊന്നും അല്ല സത്യം, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛാ. ഒറിജിനൽ എന്ന് പറയുന്ന ഇതല്ല, എന്നും കണ്ണുനീര് മാത്രം. എന്റെ അലച്ചിലുകൾ ദൈവം എണ്ണിയിട്ടുണ്ടെന്ന്, എന്റെ അലച്ചിലുകൾ ദൈവം എണ്ണിയിട്ടുണ്ട്, എന്റെ കണ്ണീർ കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇത് നിനക്ക് വേണ്ടിയിട്ടുള്ളതാ. ആ ദേശത്തിരുന്നു കൊണ്ട് ആ സഹോദരി ഗൾഫിലെ ഒരു മണലാരണ്യത്തിലെ ഒരു ദേശത്തിരുന്നുകൊണ്ട് ആ സ്ത്രീ പറയൂ, അച്ഛാ, ഈ ദേശത്ത് ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നുവെന്ന എല്ലാവരുടെയും വിചാരം അങ്ങനെയല്ല. എന്റെ ഭർത്താവ് എന്റെ കൂടെയുണ്ട്, പക്ഷെ അച്ഛാ, അയാള് ഭയങ്കര മദ്യപാനിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ രാജ്യത്ത് മദ്യം പാടില്ല എന്നുള്ളതാണല്ലോ എന്റെ അറിവ്. ശരിയാ അച്ഛാ, മദ്യം പാടില്ല, ഇത് മറ്റൊരു മതത്തിന്റെ രാജ്യമാണ്. പക്ഷെ അച്ഛാ, നമ്മുടെ മലയാളികൾ ഒന്നാന്തരം വാറ്റുചാരായം ഉണ്ടാക്കുന്നു. ഇവിടുന്നുള്ളവരല്ല, വേറെ സ്ഥലത്ത് നിന്നായിരിക്കും. അച്ഛാ, അവര് അവിടെ മഹാകഷ്ടം. അച്ഛാ, എന്റെ ജോലി കൊണ്ട്, വരുമാനം കൊണ്ടാണ് വീട് നടത്തുന്നത്. ഭർത്താവ് രാവിലെ മുതൽ കുടി. നാട്ടിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ അവര് നടപ്പ് കണ്ടിട്ടില്ലേ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല ടിപ് ടോപ്പ് ആയിട്ടൊക്കെ നമ്മുടെ മുമ്പിൽ കൂടെയൊക്കെ നടക്കും. ഒരു മാസത്തെ അവധിക്കാലത്തെ കയ്യിലുള്ള പൈസയൊക്കെ ചെലവഴിച്ച് ടാറ്റായൊക്കെ പറഞ്ഞു പോകും. എന്നാൽ ആ സഹോദരി പറഞ്ഞു, അച്ഛാ, കണ്ണുനീരിലാണ് അച്ഛാ, കണ്ണുനീരിൽ. ഒരു മനുഷ്യന് മനസ്സിലാകത്തില്ല. ഇത്രയും നാളും അച്ഛാ ഞാൻ വിചാരിച്ചു ഭർത്താവ് ഇങ്ങനെയായിപ്പോയി, സാരമില്ല, മക്കളെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം, വളർത്തി. എന്നാൽ ഇപ്പൊ അച്ഛാ, എന്റെ മകനുണ്ടല്ലോ, അവന് 19 വയസ്സായി, അവനും അപ്പന്റെ അതേ വഴിയിൽ തന്നെ. അച്ഛാ, പിടിച്ചാ കിട്ടുന്നില്ല, ഇനി എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ. അച്ഛാ, ഇതെന്നെ കുറിച്ചാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. എന്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, എന്റെ കണ്ണീർ കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ആമേൻ, ആമേൻ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ വായിച്ച വചനം, ഇത് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് വചനം പഠിപ്പിച്ചിരിക്കുകയാണ്. യാബസ് അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ രാത്രിയിൽ നമ്മൾ പഠിക്കുന്ന പ്രാർത്ഥന ഈ 10-ാം തിരുവചനമാണ്. വേദനയോടെ ജീവിക്കുന്ന ഒരുത്തൻ, ജീവിതത്തിന്റെ തിക്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവൻ, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന ഒരുത്തൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണെന്നറിയോ? ഈ 10-ാം തിരുവചനം ഈ രാത്രി മുതൽ നിങ്ങൾ ആവർത്തിച്ച് മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. എന്താ പ്രാർത്ഥന? അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എഴുതിയിരിക്കുന്ന എന്തിനെന്നറിയാവോ? നീ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാ. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നീ പറഞ്ഞ് ഉത്തരം കിട്ടേണ്ടത് തമ്പുരാൻ കർത്താവിന്റെ മുമ്പിലാണ്. ആമേൻ, ആമേൻ. നാട്ടുകാരുടെ മുമ്പിലല്ല, ചായക്കടയിൽ ഇരുന്നല്ല, അയൽക്കൂട്ടത്തിലല്ല, പിടികിട്ടിയോ? വാട്സപ്പ് ഗ്രൂപ്പുകളിലല്ല, ഫേസ്ബുക്കിലല്ല ഇരുന്ന് നിന്റെ സങ്കടം പറയേണ്ടത്. നിന്റെ സങ്കടം പറയേണ്ടത്
നിന്നെ സങ്കടം മനസ്സിലാക്കാൻ കഴിവുള്ളവനോട് വേണം പറയാൻ. ആമേൻ, ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, നിന്റെ സങ്കടം മനസ്സിലാക്കാൻ കഴിവുള്ളവനോട് പറയണം. പറഞ്ഞു കൊടുത്തേ. ആ, നിന്റെ സങ്കടം മനസ്സിലാക്കാൻ കഴിവുള്ളവനോട് പറയണം. അതാരാ? ഭർത്താവോ? എന്ത് സങ്കടം മനസ്സിലായി? ഭർത്താവിനോട് പറഞ്ഞ ചേച്ചി വെറുതെ സമയം കളയരുത്, സംസാരിക്കണം. പക്ഷെ നിന്റെ സങ്കടം മനസ്സിലാക്കാൻ പറ്റില്ലെന്ന്. മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് അത് എത്രമേൽ ചങ്ക് ബ്രോയായിരിക്കും, ഒരു കാര്യമില്ല. നമുക്ക് തോന്നും ഇയാൾക്ക് എന്നെ മനസ്സിലാകും, വെറുതെ തോന്നല് മാത്രമാണ്. നമ്മുടെ സങ്കടം പറയുമ്പോൾ ആ കേൾക്കുന്നയാള് നമ്മളെ കുറ്റപ്പെടുത്തും, നമ്മളെ കളിയാക്കും. എന്നിട്ട് അവസാനം പറയും എല്ലാം നീ കാരണമാണ്. വല്ല ആവശ്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ ജീവിതത്തിൽ നീ സങ്കടങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നിന്റെ സങ്കടം മനസ്സിലാക്കാൻ കഴിവുള്ളവനോട്, നിന്റെ സങ്കടത്തിന് ഉത്തരം നൽകാൻ കഴിവുള്ളവനോട് വേണം നിന്റെ സങ്കടം പറയാൻ. ആമേൻ. അത് തമ്പുരാൻ കർത്താവ് മാത്രമേ ഉള്ളൂ. വലതുകരം ഉയർത്തിപ്പിടിച്ച്, വലതുകരം നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച്, ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച്, കണ്ണടച്ച്, നിന്റെ ജീവിതത്തിന്റെ സങ്കടം അതെന്തുവാ? ആ സങ്കടം സർവശക്തനോട് പറഞ്ഞേ. ഏത് വിഷയത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് നീ ഭാരപ്പെടുന്നത്? ആ ഭാരം ഈശോയോട് പറഞ്ഞേ. ഒരുപക്ഷെ എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ള ഭാരമാവും. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നതാവും. പ്രിയപ്പെട്ട ചിലര് നമ്മളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയല്ലോ എന്നുള്ള ഭാരമാവും. ജീവിതത്തിൽ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള സങ്കടമാവും. എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, യേശുവേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ഭാരങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഉച്ചത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കൈകൾ താഴ്ത്തി നന്നായി ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യാബസ് ആരോട് പ്രാർത്ഥിച്ചു? സർവശക്തനോട് പ്രാർത്ഥിച്ചു. ദൈവമേ, എന്താ അവന്റെ പ്രാർത്ഥന എന്നറിയോ? ദൈവം 4 കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചോണം, എഴുതിയെടുക്കുന്നവർ എഴുതിയെടുത്ത് പഠിച്ചോണം. 4 കാര്യങ്ങൾ അവൻ പ്രാർത്ഥിച്ചു. ഒന്നാമത്തെ കാര്യം, ദൈവമേ അങ്ങനെ അനുഗ്രഹിക്കണം, അങ്ങനെ അനുഗ്രഹിക്കണം. ആമേൻ. യാബസിന് ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ഈ ഭൂമിയിൽ വേറെ എന്തെല്ലാം കിട്ടിയാലും ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ കൂടെ ഇല്ലെങ്കിൽ നിന്നെ ഒന്നിനും കൊള്ളിയല്ല. ഭാര്യ ഭർത്താവും ടീച്ചേഴ്സാണ്. 2 പേർക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. 3 മക്കളുണ്ട്. ഇന്നലെ രാവിലെ പോട്ട ധ്യാന മന്ദിരത്തില് അതിരാവിലെ വന്ന് കരയുകയാണ് ഈ ഭാര്യയും ഭർത്താവും. ഇവരുടെ കരച്ചിൽ എന്താണെന്നറിയോ? അച്ഛാ, ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയുണ്ട്, ശമ്പളമുണ്ട്, പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ സമാധാനമില്ല. ഞങ്ങളുടെ വീട്ടിൽ സമാധാനമില്ല. ഇന്നലെ രാത്രിയിലും അച്ഛാ ഞങ്ങളൊരു പോള കണ്ണടച്ചിട്ടില്ല. നിസാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കും. ഞങ്ങളുടെ വീട്ടിൽ ഈ 3 കുഞ്ഞുങ്ങൾ എപ്പോഴും ആശുപത്രി കയറി ഇറങ്ങുന്നു. പണമുണ്ട്, സമാധാനമില്ല. ശ്രദ്ധിച്ചേ, നിന്റെ അനുഗ്രഹത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നിന്റെ ജോലിയല്ല, നിന്റെ സമ്പത്തല്ല, നിന്റെ പൊസിഷനല്ല, നീ എന്ത് നേടി എന്നുള്ളതല്ല. ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടോ അതാണ് സമാധാനത്തിന്റെ മാനദണ്ഡം. ആമേൻ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 9 വേഴ്സ് 16. 9-ാം അധ്യായം 16-ാം തിരുവചനം വളരെ പരിചിതമായ ഒരു വചനമാണ്. ഒന്ന് വായിച്ചേ. റോമ 9:16. എന്നാൽ അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. കണ്ടോ? അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിന്റെ ദയാണ്. ദൈവം തന്നില്ലെങ്കിൽ
നിനക്ക് സമാധാനം കിട്ടില്ല. അപ്പൊ ദൈവത്തോട് പറയണം, ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിക്കണം. എനിക്ക് ആരോഗ്യമുണ്ടോ, എനിക്ക് ജോലിയുണ്ടോ, എൻ്റെ വീട്, എൻ്റെ മക്കൾ, എൻ്റെ ജീവിത പശ്ചാത്തലം എന്തുവായിക്കൊള്ളട്ടെ, എൻ്റെ ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിക്കണം. ദൈവത്തെ വട്ടം പിടിച്ചോണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തെ വട്ടം പിടിച്ച് പറയണം, ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിക്കണം, അങ്ങ് എന്നെ അനുഗ്രഹിക്കണം. പഴയ നിയമത്തിൽ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയിൽ കൊണ്ടുവരാം. അത് യാക്കോബിനെ കുറിച്ചാണ്. യാക്കോബ് സ്വന്തം സഹോദരനെ പറ്റിച്ച് ദൂരദേശത്തേക്ക് പോയി. ലാബാൻ എന്ന് പറയുന്ന കുടുംബത്തിലെ ഒരു ബന്ധുവിന്റെ പക്കലേക്ക് പോയി. ലാബാന്റെ പക്കൽ ചെന്ന് 14 വർഷം അടിമപ്പണി ചെയ്ത് ജീവിതത്തിൽ മറ്റൊരവസ്ഥയിലെത്തിയിട്ട് തിരിച്ചു വരുന്ന ഈ യാക്കോബ് യാബോക്ക് എന്ന് പറയുന്ന ഒരു നദിയുടെ കരയിൽ വെച്ച് ദൈവദൂതനുമായി മല്ലയുദ്ധം നടത്തും. ഈ മല്ലയുദ്ധത്തിന്റെ ഇടയിൽ ഈ യാക്കോബിന്റെ അരക്കെട്ടിനിട്ട് ഒരു തട്ട് കൊടുക്കും ദൈവദൂതൻ. ആ തട്ട് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ യാക്കോബിന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. ഇത്രയും നേരം നല്ല അഹങ്കാരമായിരുന്നു ഞാൻ എന്നൊക്കെ ചിന്തിച്ചിരുന്നത്. അരക്കെട്ടിനിട്ട് ഒരടി കിട്ടിക്കഴിഞ്ഞാൽ ഈ അരക്കെട്ടിനിട്ട് അടി കിട്ടിയ കുഴപ്പം എന്നാണെന്നറിയോ? പിന്നെ നേരെ നിൽക്കാൻ പറ്റത്തില്ല, വളഞ്ഞു പോകും. നേരെ നിൽക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ നേരെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ദൈവദൂതന്റെ കൈക്ക് പിടിച്ചിട്ട് യാക്കോബ് പറയുന്നുണ്ട്, ദൈവദൂത അങ്ങനെ അനുഗ്രഹിക്കണം, അങ്ങനെ അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവദൂത അങ്ങനെ അനുഗ്രഹിക്കണം. ഈ രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, നിന്റെ കുടുംബ പശ്ചാത്തലം എന്തു തന്നെയാണെങ്കിലും നിനക്ക് ദൈവാനുഗ്രഹമുണ്ടോ എങ്കിൽ നിനക്ക് സമാധാനം ഉണ്ടാവും. ആമേൻ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, ദൈവാനുഗ്രഹമുണ്ടോ സമാധാനം ഉണ്ടാവും. പറഞ്ഞോട് അടുത്തിരിക്കുന്ന ആളെ വിളിച്ചിട്ട് പറ, ദൈവാനുഗ്രഹം ഉണ്ടോ സമാധാനം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ യാബസ് ജീവിതത്തിന്റെ വേദനയേറ്റവൻ, അവൻ പ്രാർത്ഥിക്കേണ്ട, ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണം. എക്സ്പാൻഡ് മൈ ടെറിറ്ററി. എന്റെ അതിരുകൾ വിശാലമാക്കണം, എന്റെ അതിർത്തികൾ വിശാലമാക്കണം. അതെന്താ അർത്ഥം? എന്നാ ചേച്ചി അർത്ഥം? എന്റെ അതിരുകൾ വിശാലമാക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിരുകൾ വിശാലമാക്കണം. യാബസ് പ്രാർത്ഥിക്കുക, എന്റെ അതിരുകൾ വിശാലമാക്കണം. അപ്പൊ യാബസ് പ്രാർത്ഥിച്ചത് വീട്ടിന്റെ പുറകു വശത്തുള്ള 5 സെന്റ് സ്ഥലം, അതും കൂടെ ഇങ്ങോട്ട് കിട്ടിയ രക്ഷപ്പെട്ടു. അപ്പൊ അങ്ങോട്ട് അതിർത്തി വിശാലമാക്കണം. ആണോ? അല്ല, പോകുന്ന വഴിക്ക് വണ്ടി പോകാനായിട്ട് വഴി അങ്ങോട്ട് കിട്ടുന്നില്ല, ആ സ്ഥലം കൂടെ ഇങ്ങോട്ട് കിട്ടി അതിർത്തി ഒന്ന് വിശാലമാക്കണം. അതാണോ? അല്ല. യാബസ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അങ്ങന്റെ അതിരുകൾ വിശാലമാക്കണം. എക്സ്പാൻഡ് മൈ ടെറിറ്ററി എന്ന് പറഞ്ഞാൽ അർത്ഥം, നിന്റെ ജീവിതത്തിൽ നിന്റെ അതിരുകൾ ചില ആളുകൾ കെട്ടിയിട്ടിട്ടുണ്ട്. പിടികിട്ടുന്നുണ്ടോ? ഉദാഹരണം പറയാം, കൃത്യമായിട്ട് പറയാം. ഇന്ന് രാവിലെ CA പഠിക്കുന്ന ഒരു പെൺകുട്ടി, ചാർട്ടേഡ് അക്കൗണ്ടായിട്ട് പഠിക്കാൻ പോകുന്ന പെണ്ണാ. ഈ പെണ്ണ് രാവിലെ വിളിച്ചിട്ട് കരച്ചില്. ആ കരച്ചിലിനിടയിൽ പെണ്ണോട് പറയുക, അച്ഛാ എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എന്റെ തീരുമാനങ്ങളെല്ലാം തെറ്റാണ്, എനിക്കൊരു വിലയുമില്ല. CA എക്സാം നടന്നുകൊണ്ടിരിക്കുക ഈ ദിവസങ്ങളിൽ. അപ്പൊ ഈ പെണ്ണിന്റെ പറച്ചിൽ എന്താണെന്നറിയോ? അച്ഛാ എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എന്റെ തീരുമാനങ്ങൾ തെറ്റാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ബാഡാണ്, എന്നെ ജീവിതത്തിൽ ഒരു വിലയുമില്ല. സംസാരിച്ചു വന്നപ്പോൾ കാര്യം മനസ്സിലായി. ഈ പെൺകുട്ടി ഇതിനു മുമ്പ് CA പരീക്ഷ 2-3 തവണ എഴുതി പരാജയപ്പെട്ട പെണ്ണാണ്. പഠിക്കാനൊക്കെ കഴിവുണ്ട്, CA പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലോ. എന്നാൽ ഈ പെണ്ണ് ഇപ്പോൾ ചിന്തിക്കുന്നത്, എന്നെ ഒന്നിനും കൊള്ളില്ല, എന്റെ തീരുമാനം തെറ്റിപ്പോയി, എന്റെ ജീവിതത്തിൽ എനിക്കൊരു വിലയുമില്ല. ഇതിങ്ങനെ തലയ്ക്കകത്ത് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദേ ഇങ്ങോട്ട് നോക്കിക്കേ, ആരാ ഈ പെണ്ണിന്റെ തലയ്ക്കകത്ത് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവാണ്, സാത്താൻ. എന്ന് പറഞ്ഞാൽ സാത്താൻ അതിർത്തി കെട്ടിയിട്ടിരിക്കുക, നിന്നെ ഒന്നിനും കൊള്ളിയല്ല. ഇവിടെ ഇരിപ്പുണ്ടെന്ന് ചിലര് തലയ്ക്കകത്ത് ചിന്ത ഇങ്ങനെയാ, ഓ എന്നെ ഒന്നിനും കൊള്ളിയല്ല, ഞാൻ ഇങ്ങനെയാ, എനിക്കൊരു വിലയുമില്ല, എന്തൊരു ജീവിതം എന്റേത്, എന്നെ ഒന്നിനും കൊള്ളിയല്ല. നിന്റെ തലയ്ക്കകത്ത് സാത്താൻ ചില കാര്യങ്ങൾ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്, നിനക്കൊരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട് സാത്താൻ. ഇനി വേറെ ചിലരുണ്ട്, നിന്റെ വീട്ടുകാര്, അയൽവാസികള്, കൂട്ടുകാര് നിനക്ക് ചുറ്റും ഒരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. നിന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ,
നിന്റെ ജീവിതം കൊണ്ട് ഇങ്ങനെയൊക്കെ കാര്യമുള്ളൂ, അധികം ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, നീ ഇങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്. നിന്നോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ക്ലാസ്സിൽ പോകുന്നില്ല, നിരാശയും ദുഃഖവും. ചോദിച്ചു വന്നപ്പോ എന്താ കാര്യം എന്നറിയോ? ഇവളുടെ അപ്പൻ ഇവളോട് പറഞ്ഞു, യു ആർ എ ഗേൾ, യു ആർ ഗുഡ് ഫോർ നത്തിങ്. നീ ഒരു പെണ്ണാണ്, നീ പഠിച്ചിട്ട് എന്ത് കാര്യം? വലിയ കാര്യമൊന്നുമില്ല, നീ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം പറഞ്ഞത്രേ, ഈ പെണ്ണ് പുസ്തകം തുറക്കുമ്പോൾ തലയ്ക്കകത്ത് വരുന്ന കാര്യം എന്നാന്നറിയാവോ? എന്നെ ഒന്നിനും കൊള്ളിയാല, എന്നെ ഒന്നിനും കൊള്ളിയാല, എനിക്കൊരു വിലയുമില്ല, ഞാനൊരു പെണ്ണല്ലേ. യേശയ്യായുടെ പ്രവചനം 53-ാം അധ്യായം 4ഉം 5ഉം തിരുവചനം. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും സ്വയം ചിന്തിക്കുന്നു, എന്നെ കൊള്ളത്തില്ല, എനിക്ക് വിലയില്ല, അങ്ങനെ ആരെങ്കിലും തെറ്റായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി നൽകുന്ന സന്ദേശം ഒന്ന് വായിച്ചേ. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം അതിന്റെ 4ഉം 5ഉം തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 43 വേഴ്സ് 4 and 5 ഒന്ന് വായിച്ചേ. കിട്ടിയോ? വായിക്കേ. നീ എനിക്ക് വിലപ്പെട്ടവനും, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി. കണ്ടോ നീ എനിക്ക് നീ എനിക്ക് വിലപ്പെട്ടവൻ. യു ആർ വാല്യുബിൾ. ആരാ പറയണേ? നിന്നെ സൃഷ്ടിച്ചതിന്റെ ദൈവം നിന്നോട് പറയുന്നു. നിന്നെ സൃഷ്ടിച്ചതിന്റെ ദൈവം നിന്നോട് പറയുന്നു, നീ വിലപ്പെട്ടവനാണ്, നീ അമൂല്യനാണ്, നീ ബഹുമാന്യനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാട്ടുകാർ പറയല കേട്ടോ, വീട്ടുകാരെന്ത് പറയും? നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? ചുക്കിനും ചുണ്ണാമ്പിനും പോലും കൊള്ളിയല്ല. 10 വയസ്സോടെ ഗുണമുണ്ടോ? ഇങ്ങനെ ഇരിക്കുന്നു. വീട്ടിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നവരുണ്ടാവും. എന്തിനു കൊള്ളാം അല്ലേ? ഇങ്ങനെ പറയും. എന്നാൽ നീ ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നോട് പറയുന്നു, നീ വിലയുള്ളവനാണ്. ഞാൻ എന്നൊരു വൈദികൻ ഈ ശുശ്രൂഷ സമയത്ത് ഏറ്റെടുക്കുന്നു, ഞാൻ വിലയുള്ളവനാണ്. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, വിശ്വസിക്കണം, നമ്മൾ വിലയുള്ളവരാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിച്ച് ഏറ്റെടുക്കണം, ഞങ്ങൾ വിലയുള്ളവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞ്, ഞാൻ വിലയുള്ളവനാണ്, ഞാൻ ബഹുമാന്യനാണ്, ഞാൻ അമൂല്യനാണ്. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ, എന്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്. ഇച്ചിരി ഒച്ചത്തിൽ പറ, ഇച്ചിരി ഒച്ചത്തിൽ പറ. വിശ്വസിക്കുന്നവരുന്ന് കൈയടിച്ചത് നീ പറഞ്ഞേ. ഹല്ലേലൂയ. നിന്റെ അതിർത്തികൾ ദൈവത്തോട് പറയാണ്, ദൈവമേ എന്റെ അതിർത്തികൾ വിശാലമാക്കണമേ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? സാത്താൻ വരച്ചിട്ടിരിക്കുന്ന അതിർത്തിയല്ല, നാട്ടുകാരും വീട്ടുകാരും വരച്ചിട്ടിരിക്കുന്നതല്ല, എന്റെ പൊട്ട ബുദ്ധിക്കകത്ത് തോന്നുന്നതല്ല. എന്നെ സൃഷ്ടിച്ച ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അതിർത്തി അത് സുന്ദരമാണ്, അനുഗ്രഹത്തിൻ്റെതാണ്. ജെറമിയ പ്രവചനം 29:11. ഈ രാത്രിയിൽ കാണാതെ പഠിക്കേണ്ട മറ്റൊരു വചനം ജെറമിയ 29:11. കാണാതെ അറിയാവുന്നവരൊന്ന് കൈപൊക്കാവോ? ജെറമിയ 29:11. കുറെ പേർക്ക് അറിയാം, കുറെ പേർക്ക് അറിയത്തില്ല. അറിയത്തില്ലാത്തവരെ പഠിക്കണേ. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 29 വേഴ്സ് 11. ഏതാ വചനം? കർത്താവ് അരുളി ചെയ്യുന്നു, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. പറ. നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ആമേൻ, ആമേൻ. കേട്ടോ? വലതുകരം ഉയർത്തിപ്പിടിച്ചേ. കർത്താവ് അരുളി ചെയ്യുന്നു പറഞ്ഞേ. എന്നെ കുറിച്ചൊരു പദ്ധതി എന്റെ ദൈവത്തിനുണ്ട്, അതെന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ളതാണ്, ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ആമേൻ. അത് സംഭവിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അത് വിശ്വസിക്കണം. യെസ്, അത് എന്റെ ജീവിതത്തിൽ സംഭവിക്കും. ദൈവമേ, അങ്ങ് എന്റെ അതിർത്തികൾ വിശാലമാക്കണമേ, എന്റെ അതിർത്തികൾ വിശാലമാക്കണമേ. അപ്പൊ ദൈവത്തോട് ഇത് യാബസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഒന്നാമത്തെ കാര്യം, ദൈവമേ അങ്ങനെ അനുഗ്രഹിക്കണം. രണ്ടാമത്തെ കാര്യം, അങ്ങന്റെ അതിർത്തികൾ വിശാലമാക്കണം. മൂന്നാമത്തെ കാര്യം, എന്നോട് കൂടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.